ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ് ഡീൽസ് വിത്ത് ബിസിനസ് ആക്ടിവിറ്റീസ് ലൈക്ക് ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് ദാറ്റ് അക്രോസ് ദി നാഷണൽ ബൗണ്ടറീസ്. International business is a term used to collectively describe all commercial transactions like private and government, sales, investments, logistics and transportation that take place between two or more regions, countries and nations beyond their political boundary. ട്രാൻസാക്ഷൻസ് നാഷണൽ ബോർഡേഴ്സ് അക്രോസ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഫോറിൻ മാർക്കറ്റിലേക്ക് ട്രാൻസാക്ഷൻസ് എത്തിക്കുക, ഇതിനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ റീജിയൻസ്, കൺട്രീസ്, നാഷൻസ് എന്നിവയ്ക്കിടയിൽ അവരുടെ പൊളിറ്റിക്കൽ ബൗണ്ടറീസിനപ്പുറത്ത് നടക്കുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ്, സെയിൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇവയൊക്കെ മൊത്തത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ദ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് നോക്കാം. ഇനി ഏതെല്ലാം രീതിയിലൂടെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പോർട്ടിംഗ് ആണ്. എന്താണ് എക്സ്പോർട്ടിങ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കയറ്റുമതി ചെയ്യുന്നത് വഴി ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് കയറ്റുമതി ചെയ്യുന്നത് വഴി ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചറാണ്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഫേംസ് ജോയിൻ ചെയ്ത് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ. രണ്ടോ അതിൽ കൂടുതലോ ഫേംസ് ജോയിൻ ചെയ്തിട്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതി ഒരു ഇന്ത്യൻ കമ്പനിയാണ്, സുസുക്കി ഒരു ജപ്പാൻ കമ്പനിയാണ്. ഈ രണ്ട് കമ്പനിയും കൂടി ചേർന്ന് മാരുതി സുസുക്കി ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ലൈസൻസിങ്. ലൈസൻസിങ്ങിൽ ഒരു കമ്പനിയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ടെക്നോളജി, മെത്തേഡ്സ്, പാറ്റേൺസ്, കോപ്പിറൈറ്റ് ഇതിലേതൊക്കെ മറ്റൊരു കമ്പനിക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ റൈറ്റോ കൊടുക്കുന്നതിനെയാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയോ ടെക്നോളജിയോ മെത്തേഡ്സോ കോപ്പിറൈറ്റോ ഇതിലേതെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനിക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് ഈ ലൈസൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പാർട്ടീസാണുള്ളത്, ലൈസൻസറും ഉണ്ട് ലൈസൻസിയും ഉണ്ട്. ലൈസൻസറാണ് ആ റൈറ്റ് കൊടുക്കുന്ന വ്യക്തി ആൻഡ് റൈറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് ലൈസൻസർ. ആർക്കാണോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കോപ്പിറൈറ്റ്, മെത്തേഡ്സ് ഇവ യൂസ് ചെയ്യാൻ റൈറ്റ് കിട്ടുന്നത് ആ വ്യക്തിയാണ് ലൈസൻസി എന്ന് പറയുന്നത്. റൈറ്റ് കൊടുക്കുന്ന ആൾ ലൈസൻസറും റൈറ്റ് കിട്ടുന്ന ആൾ ലൈസൻസി എന്നാണ് ഇത് പറയുന്നത്. ഇനി നെക്സ്റ്റ് മോഡാണ് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ്ങും ലൈസൻസിങ്ങിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മോഡാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മറ്റൊരു കമ്പനിക്ക് നൽകുന്നതിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മറ്റൊരു കമ്പനിക്ക് നൽകുന്നതിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ലൈസൻസിങ് ഗുഡ്സിനാണ് കൊടുക്കുന്നത്, ഫ്രാഞ്ചൈസിങ് സർവീസിനാണ് കൊടുക്കുന്നത്. ഇവിടെയും രണ്ട് പാർട്ടീസാണുള്ളത്, ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും. ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത് റൈറ്റ് കൊടുക്കുന്നയാളെയാണ് ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത്, അത് കിട്ടുന്നയാളെയാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രാഞ്ചൈസേഴ്സിന് ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫീ കൊടുക്കണം. ഫ്രാഞ്ചൈസർക്ക് ഒരു ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫീ കൊടുക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് മോഡാണ് മേജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. മേജേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനി കൂടി ചേർന്നിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുക. രണ്ട് കമ്പനീസ് കൂടി ചേർന്നിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുന്നതാണ് മേജർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സ് എന്ന കമ്പനി അതുപോലെ തന്നെ വൈ എന്ന കമ്പനി. അപ്പോൾ ഈ രണ്ട് കമ്പനിയും കൂടി ചേർന്നിട്ട് XY ലിമിറ്റഡ് ഫോം ചെയ്യുന്നതാണ് മെർജർ എന്ന് പറയുന്നത്. അക്വിസിഷൻ്റെ കേസിൽ വരുമ്പം ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ അക്വയർ ചെയ്യുന്നത്, ഏറ്റെടുക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോൺട്രാക്ട് മാനുഫാക്ചറിങ്.
കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനി അവരുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പാർട്ട് ഒരു ലോക്കൽ മാനുഫാക്ചറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മോഡാണ് ടേൺ കീ പ്രോജക്ട്സ്. ടേൺ കീ പ്രോജക്ട്സിൽ ഒരു പ്രോജക്റ്റ് ഫുള്ളും കംപ്ലീറ്റായി, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് കൊടുക്കുകയാണെങ്കിൽ, കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം പർച്ചേസർക്ക് അത് കൈമാറും. ഇതിനെയാണ് അതായത് ഫങ്ഷണൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആയതിനു ശേഷം മാത്രം കൈമാറുന്നതിനെയാണ് ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചാൽ കൺസ്ട്രക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഫുൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം പർച്ചേസർക്ക് അത് കൈമാറുന്നതിനെയാണ് ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മോഡാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു ഓവർസീസ് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ആയിട്ട് ആ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിനെയാണ് FDI എന്ന് പറയുന്നത്. ഓരോ ഓവർസീസ് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ആയിട്ട് ആ ഒരു രാജ്യത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേജസ് ഓർ പ്രോസസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ. ഇതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണലൈസേഷൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഡൊമസ്റ്റിക് കമ്പനി എന്താണ്, ഇൻ്റർനാഷണൽ കമ്പനി എന്താണെന്നൊക്കെ. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനിയിൽ അവിടുത്തെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹോം കൺട്രി ഓറിയൻറ്റഡ് ആണ്. എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് ഹോം കൺട്രിയിലായിരിക്കും. അവർ ഗ്ലോബലി തിങ്ക് ചെയ്യുന്നതേ ഇല്ല. പ്ലാനിങ് എല്ലാം എന്താ പറയുക, നാഷണൽ മാർക്കറ്റിൽ മാത്രമായിരിക്കും അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കമ്പനീനെയാണ് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഇൻ്റർനാഷണൽ കമ്പനിയിൽ അവരുടെ ഓപ്പറേഷൻസ് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ പറയുന്നത്. ഇൻ്റർനാഷണൽ കമ്പനി അതായത് മാർക്കറ്റിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിങ്, ലൈസൻസിങ് അങ്ങനെയൊക്കെയുള്ള മോഡ്സിലൂടെ അപ്പോൾ ഇവിടെ അവരുടെ ബ്രാഞ്ചസ് ഏതെങ്കിലും 1-2 രാജ്യങ്ങളിലേക്ക് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള എന്താ പറയുക ഫ്രാഞ്ചൈസിങ്ങും എക്സ്പോർട്ടിങ്ങും ലൈസൻസിങ്ങും ഒക്കെ ഈ മോഡിലൂടെ അവർ എൻ്റർ ചെയ്തിട്ട് അവരുടെ 1-2 രാജ്യങ്ങൾക്ക് അവരുടെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ പ്രൊമോഷൻ, പ്രൈസിങ് ഇവയൊക്കെ യൂസ് ചെയ്ത് അതേ സെയിം സ്ട്രാറ്റജി തന്നെയായിരിക്കും ഈ രാജ്യങ്ങളിലേക്കും അത് അപ്ലൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനിയാണ്. മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ ഇവിടെ ഇൻ്റർ കമ്പനിയിൽ ലൈക്ക് ഇൻ്റർനാഷണൽ കമ്പനിയിൽ അവർ സെയിം ഡൊമസ്റ്റിക് കമ്പനിയിൽ യൂസ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജീസ് തന്നെയാണ് ഇൻ്റർനാഷണൽ കമ്പനീസിലും യൂസ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ ആയപ്പോഴേക്ക് അവർക്ക് തോന്നി അവർ എന്താ പറയുക കുറച്ചും കൂടി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ഡൊമസ്റ്റിക് കമ്പനിയിൽ യൂസ് ചെയ്യുന്ന അതേ സ്ട്രാറ്റജി തന്നെ ഫോറിൻ കമ്പനിയിൽ യൂസ് ചെയ്യാൻ വർക്കൗട്ട് ആകില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവിടുത്തെ ഓരോ രാജ്യങ്ങളുടെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങി. അപ്പോൾ അതായത് ഒരുപാട് നാഷൻസിലേക്ക് ആ കമ്പനീസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്പനീസാണ്. ഗ്ലോബൽ കമ്പനീസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഹോം കൺട്രിയിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താവാം പ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നാൽ മാർക്കറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് വേൾഡിലൂടെ ആയിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. അവിടെ ഓരോ ഫോറിൻ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് മാർക്കറ്റ് കണ്ടീഷൻസിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഹോം കൺട്രിയിലൂടെ ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ എന്താ പറയുക ഇവരുടെ മാർക്കറ്റ് കണ്ടീഷൻസിൽ മാറ്റത്തിനനുസരിച്ച് ഇവർ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്നാഷണൽ കമ്പനീസാണ്.
ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനിയുടെയും ഗ്ലോബൽ കമ്പനിയുടെയും ഒരു മിക്സ്ചർ എന്നാണ് ഇതിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വെച്ചാൽ ട്രാൻസ്നാഷണൽ കമ്പനി ഇവിടെ ഗ്ലോബലി ആണ് തിങ്ക് ചെയ്യുന്നത്, ഫുള്ളി ഗ്ലോബലി ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഫുള്ളി ഗ്ലോബലി ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് EPRG മോഡൽ. ഇൻ്റർനാഷണലൈസേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് EPRG മോഡൽ അല്ലെങ്കിൽ EPRG ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി ഇൻ്റർനാഷണലൈസേഷനിലേക്ക് പോകുന്നത്, ഇതാണ് EPRG മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. E ഫോർ ഇത്നോസെൻട്രിക്, P ഫോർ പോളിസെൻട്രിക്, R ഫോർ റീജിയോസെൻട്രിക്, G ഫോർ ജിയോസെൻട്രിക്. എത്നോസെൻട്രിക് എന്ന് പറയുന്നത് ഹോം കൺട്രി ഓറിയൻറ്റഡ് ആയിട്ടാണ് എത്നോസെൻട്രിക് പറയുന്നത്. ഹോം കൺട്രി ഓറിയൻറ്റഡ് ആണ് എത്നോസെൻട്രിക്. അവിടെ ഹോം കൺട്രിയിൽ എന്തൊക്കെ ടെക്നിക്സ് ആണോ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. എത്നോസെൻട്രിക് എന്ന് പറയുന്നത് ഹോം കൺട്രിയിൽ എന്തൊക്കെ ടെക്നിക്സ് ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് എത്നോസെൻട്രിക്. ഇനി നെക്സ്റ്റ് വൺ പോളിസെൻട്രിക്. പോളിസെൻട്രിക് എന്ന് പറയുന്നത് ഹോസ്റ്റ് കൺട്രി ഓറിയൻറ്റഡ് മെത്തേഡാണ് പോളിസെൻട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്നോ ഹോം കൺട്രിയും പോളിസെൻട്രിക് ഹോസ്റ്റ് കൺട്രിയും, എത്നോസെൻട്രിക് ഹോം കൺട്രിയും പോളിസെൻട്രിക് ഹോസ്റ്റ് കൺട്രി ഓറിയൻറ്റഡും ആണ്. ഇവിടെ ഓരോ രാജ്യങ്ങളനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ആക്ടിവിറ്റീസിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലെല്ലാം കൺട്രി ടു കൺട്രി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും ഈ ഒരു പോളിസെൻട്രിക് മെത്തേഡിൽ. ഇനി നെക്സ്റ്റ് വണ്ണാണ് റീജിയോസെൻട്രിക്. റീജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ഇതാണ് റീജിയൺ ബേസ് ചെയ്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ റീജിയണിൽ വരുന്ന എല്ലാ രാജ്യങ്ങളിലും സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. ഇതാണ് റീജിയോസെൻട്രിക് പറയുന്നത്. നെക്സ്റ്റ് ജിയോസെൻട്രിക് ആണ്. ജിയോസെൻട്രിക് എന്ന് പറയുന്നത് അവിടെ ഹോൾ മാർക്കറ്റിന് അല്ലെങ്കിൽ ഹോൾ വേൾഡിന് ഒരു മാർക്കറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹോൾ മാർക്കറ്റിന് അല്ലെങ്കിൽ ഹോൾ വേൾഡിനെ ഒരു മാർക്കറ്റായിട്ടാണ് ഇവിടെ കൺസിഡർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ്റർനാഷണൽ ബിസിനസ്. ദ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ക്വൈറ്റ് വൈഡ്. ഇറ്റ് ഇൻക്ലൂഡ് മെർക്കൻഡൈസ് എക്സ്പോർട്സ്, ട്രേഡ് ഇൻ സർവീസസ്, ഫ്രാഞ്ചൈസിങ് ആൻഡ് ലൈസൻസിങ് ആസ് വെൽ ആസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. ഇതിൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട്, ട്രേഡ് ഇൻ സർവീസ്, ഫ്രാഞ്ചൈസിങ്, ലൈസൻസിങ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വൈഡ് സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് ബിസിനസ് പെർട്ടെയിൻസ് ടു എ ലിമിറ്റഡ് ടെറിട്ടറി. Though the company has many business establishments in various locations, all the trading activities are inside a single boundary. ഡൊമസ്റ്റിക് ബിസിനസ് ഒരു സെർട്ടൈൻ ടെറിറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിക്ക് ഡിഫറെൻറ്റ് പ്ലേസസിൽ ഡിഫറെൻറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിലും ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരൊറ്റ ബൗണ്ടറിക്കുള്ളിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ബെനിഫിറ്റ്സ് ബോത്ത് കൺട്രീസ് ആൻഡ് കമ്പനീസ്. ഇൻ്റർനാഷണൽ ബിസിനസ് കൺട്രീസിനും കമ്പനീസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡൊമസ്റ്റിക് ബിസിനസ് ഹാവ് ലോവർ ബെനിഫിറ്റ് വെൻ കമ്പയർഡ് ടു ദ ഫോർമർ. ഡൊമസ്റ്റിക് ബിസിനസ് മുൻപത്തതിനേക്കാൾ കുറഞ്ഞ ബെനിഫിറ്റാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ബയർ ആൻഡ് സെല്ലർ ബിലോങ് ടു എ ഫോറിൻ കൺട്രി ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ബയറും സെല്ലറും ഒക്കെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ കേസിൽ ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ ബിലോങ് ടു ദ സെയിം നാഷൻ ഇൻ ഡൊമസ്റ്റിക് ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ബയറും സെല്ലറും സെയിം കൺട്രീസിൽ നിന്നുള്ളവരായിരിക്കും. ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ഡീൽസ് വിത്ത് വേരിയസ് കറൻസീസ് സിൻസ് ദ ബയർ ആൻഡ് സെല്ലർ ആർ നോട്ട് ഫ്രം ദ സെയിം കൺട്രി. ഈ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ബയറും സെല്ലറും ഒരേ രാജ്യത്ത് നിന്നുള്ളവരല്ലാത്തതിനാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഡിഫറെൻറ്റ് കറൻസീസുമായിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഇടപെടാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ ഡൊമസ്റ്റിക് ബിസിനസ് ഡീൽ വിത്ത് ദ സെയിം കറൻസി ആസ് ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ ആർ ഫ്രം ദ സെയിം കൺട്രി. ബയറും സെല്ലറും ഒരേ കൺട്രിയിൽ നിന്നുള്ളവരായതിനാൽ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ഒരേ കറൻസിയാണ് ഇടപെടുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ
പിൻ ചെയ്തോളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.